ഗജമേളയിൽ പേരുകേട്ട നാടാണ് ആനയടി. ഉഗ്രകോപിയായ നരസിംഹസ്വാമി ക്ഷേത്രത്തിന് സമീപം പടിഞ്ഞാറോട്ട് ദർശനമായി സൗമ്യരൂപനായ ശ്രീകൃഷ്ണൻ വാണരുളുന്ന ഒരു ക്ഷേത്രമുണ്ട്. അതാണ് ആനയടി പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഏവർക്കും ക്ഷേത്രപുരാണത്തിലേക്ക് സ്വാഗതം. ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തോളം പഴക്കം തന്നെയുണ്ട് ആനയടി പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനും. ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയും സൗമ്യരൂപനായ പുതിയിടം ശ്രീകൃഷ്ണസ്വാമിയും ആനയടി ഗ്രാമത്തിന് എന്നും അനുഗ്രഹമാണ്. പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ആനയടി പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ആനയടി ഗ്രാമത്തിൽ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിലാണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യ പെരുമയിൽ സമ്പുഷ്ടമാണ് ഈ മഹാക്ഷേത്രം. ആനയടിയുടെ ദേശദേവനായ നരസിംഹസ്വാമി കുടികൊള്ളുന്ന പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ മൂർത്തിയുടെ ശക്തി ഒരു നാൾ വർദ്ധിച്ചു. ഉഗ്രകോപിയായ നരസിംഹസ്വാമിയുടെ ശക്തി കുറയ്ക്കാൻ സമീപത്തായി സൗമ്യരൂപനായ ശ്രീകൃഷ്ണസ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു ക്ഷേത്രം പണിഞ്ഞെന്നാണ് വിശ്വാസം. ആനയടി കരയിൽ രണ്ട് മഹാക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം, രണ്ടാമത്തേത് പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഈ പേര് സൂചിക്കുന്ന പോലെ തന്നെ ആദ്യത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രമാണ്. പഴയ നരസിംഹസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് നരസിംഹസ്വാമിയുടെ അപൂർവം ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ ഒന്നാണ്. കേരളത്തിൽ ആകപ്പാടെ 7 നരസിംഹസ്വാമി ക്ഷേത്രമാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ആനയടി നരസിംഹസ്വാമി ക്ഷേത്രം. നരസിംഹസ്വാമിയുടെ ശക്തി വർദ്ധിച്ച് വന്നതോടുകൂടി ജ്യോതിഷവശാൽ ഈ ശക്തി ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി പുതിയിടത്ത് ശ്രീകൃഷ്ണസ്വാമിയെ അഭിമുഖമായി പടിഞ്ഞാട്ട് പ്രതിഷ്ഠിച്ച് ശക്തി കുറച്ച് ഒരു ശാന്തസ്വരൂപത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പം യഥാർത്ഥത്തിൽ പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്ന മീനമാസത്തിലെ മകൻ തിരുനാളാണ്. ഈ കൊല്ലം 22-ാം തീയതിയാണ് ഈ ഉത്സവം നടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. പടിഞ്ഞാട്ട് പ്രതിഷ്ഠയുള്ള അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ ചൈതന്യം വളരെ അധികമാണ്. വളരെ മനുഷ്യന് ഭക്തജനങ്ങൾക്ക് സന്തോഷം നൽകുന്ന രീതിയിലുള്ള ഒരു വിഗ്രഹ പ്രതിഷ്ഠയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ആനയടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രവും പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഇന്ന് ലോക പ്രശസ്തമാണ്. ആനയടി പഴയിടം ക്ഷേത്രത്തിലെ ഗജമേളയെപ്പോലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് പുതിയിടം ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ദശാവതാര ചാർത്ത്. 10 ദിവസവും നടന്നു വരുന്ന ചാർത്തിൽ വിദൂരങ്ങളിൽ നിന്ന് പോലും ഒട്ടേറെ ഭക്തജനങ്ങൾ എത്തി തൻ്റെ വഴിപാടുകൾ നടത്തി കൃതാർത്ഥരായി മടങ്ങുന്നു. അതുപോലെ തന്നെ പ്രധാനമാണ് ക്ഷേത്രങ്ങളിലെ തിരുവുത്സവങ്ങൾ. ഇവിടെ 6 ദിവസമായി 5 ദിവസം 5 കരകളിലായി നടന്നു വരുന്ന പറ എഴുന്നള്ളത്ത് നടന്നു വരികയാണ്. അതുപോലെ തന്നെ ഏകദേശം 7 ആനയോളം ഈ പ്രാവശ്യം തിരുവുത്സവത്തിന് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പ്രഗത്ഭരായ കലാകാരന്മാരുടെ കലാപരിപാടികളും ഇവിടെ ഈ ദിവസങ്ങളിൽ നടത്തി വരുന്നു. ദിവസവും തിരുവാതിര പോലുള്ള കൈകൊട്ടിക്കളി അതെല്ലാം എല്ലാ പരിപാടികളും ദൈനംദിനം ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു.
മറ്റ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലെ പോലെ പാൽപ്പായസമാണ് പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനും പ്രധാന വഴിപാട്. തുളസിമാല കണ്ണന് മുമ്പിൽ സമർപ്പിക്കുന്നത് ഇവിടെ ശ്രേഷ്ഠമായി കരുതപ്പെടുന്നു. ദിനം പ്രതി നിരവധി ഭക്തരാണ് ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം തേടി ക്ഷേത്രത്തിലെത്തുന്നത്. അഷ്ടമി രോഹിണി ദിനത്തിൽ നടക്കുന്ന പാൽപ്പായസ പൊങ്കാലയിൽ പങ്കെടുക്കുന്നത് പുതിയിടം ക്ഷേത്രത്തിൽ ഏറെ ശ്രേഷ്ഠമായി കരുതുന്നു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടും പാൽപ്പായസമാണ്. ആനേടി പുതിയിടം ദേവസ്വത്തിൻ്റെ പുതിയിടം ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ഭഗവാന് മീനമാസത്തിലെ മകമാണ് നമ്മളുടെ ഉത്സവത്തിൻ്റെ ദിവസമായി കാണുന്നത്. എല്ലാ വർഷവും ഉത്സവത്തിന് 11 ദിവസം മുന്നേ നമുക്കിവിടെ ദശാവതാര ചാർത്ത് തുടങ്ങുന്നതാണ്. മത്സ്യം മുതൽ വിശ്വരൂപം വരെയുള്ള 11 ചാർത്തുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. എല്ലാ കൊല്ലവും ഈ ദശാവതാര ചാർത്ത് നടക്കുന്നത് വൈകുന്നേരം 4 മണി മുതൽ ദർശനം ഉള്ളതാണ്. കൂടാതെ ഈ 11 ദിവസങ്ങളിൽ പ്രത്യേകമായ വഴിപാടുകളും ഓരോ ചാർത്തിനും ഇവിടെ ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിത്യനിദാനമായി നടക്കുന്ന പൂജകൾക്ക് പാൽപ്പായസവും കതിൽപ്പഴ നിവേദ്യവും തൃക്കൈ വെണ്ണയും എല്ലാ ദിവസവും നടത്തി വരുന്നുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറ്റ് ഉപദേവന്മാർ ഇല്ല എന്നുള്ളൊരു വളരെയധികമായൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമായി നിൽക്കുന്നത് വളരെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ആനേടി പഴയിടം പുതിയിടം ക്ഷേത്രങ്ങളിൽ വെച്ച് വളരെ വ്യത്യസ്തമായ ഒരു ക്ഷേത്ര ആചാരങ്ങൾ നടന്നു വരുന്ന പൂരങ്ങളും മറ്റ് കലകളുമായി ബന്ധപ്പെട്ട് എല്ലാവിധ കാര്യങ്ങളും നടന്നു വരുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു മേൽശാന്തിയായി തുടരാൻ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ആനയടി പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തിലെ തിരുവുത്സവം മാർച്ച് 22-ന് നടക്കും. ആനയടി ദേവസ്വത്തിലെ 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ആനയടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രവും പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും. ഈ ക്ഷേത്രങ്ങളുടെ ഐതിഹ്യം എന്ന് പറയുന്നാൽ ശ്രീ നരസിംഹസ്വാമി ഉഗ്രമൂർത്തിയാണെന്നും അദ്ദേഹത്തിൻ്റെ കോപം തണുപ്പിക്കാനായിട്ടാണ് ദേവന് അഭിമുഖമായിട്ട് ശ്രീകൃഷ്ണസ്വാമിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. മീനമാസത്തിലെ മകന്നാളിൽ ക്ഷേത്രത്തിലെ തിരുവുത്സവം കൊണ്ടാടുന്നു. അതിനു മുമ്പോടിയായി ദശാവതാര ചാർത്ത് എന്ന ചടങ്ങ് ക്ഷേത്രത്തിൽ നടന്നു വരുന്നു. കഴിഞ്ഞ 16-ാം തീയതി തുടങ്ങി 21-ാം തീയതി സമാപിക്കും. 22-ാം തീയതിയാണ് നമ്മുടെ തിരുവുത്സവം. തിരുവുത്സവത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ പ്രഗത്ഭര അറിയപ്പെടുന്ന 7 ഗജവീരന്മാർ ഭാവിയിൽ ചെറുപൂരമായി മാറിയാക്കുന്ന തരത്തിൽ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടനുബന്ധിച്ച് തന്നെ കെട്ടുത്സവങ്ങൾ, വിവിധങ്ങളായ മറ്റ് പരിപാടികൾ, സേവ. ഇപ്രാവശ്യത്തെ പ്രധാന പരിപാടി എന്ന് പറയുന്നാൽ നമ്മുടെ നാഷണൽ അവാർഡ് വിന്നറായ നഞ്ചിയമ്മയും ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ പ്രഗത്ഭനായ അറിയപ്പെടുന്ന കലാകാരൻ ശ്രീ സന്നിധാനന്ദനും അദ്ദേഹത്തിൻ്റെ ടീമും നയിക്കുന്ന എസ്റ്റീം 2K24 എന്ന പരിപാടിയാണ്. ഈ പരിപാടികളൊക്കെ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും എല്ലാം ഉതകുന്ന തരത്തിൽ ക്ഷേത്രഭരണ സമിതി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതിന് ഈ നാട്ടുകാരുടെ എല്ലാ സഹകരണവും നമുക്ക് ലഭിക്കുന്നുണ്ട്. 20-ന് വൈകിട്ട് 6:30 കൈകൊട്ടിക്കളി, തുടർന്ന് ദീപാരാധന, 21-ന് രാത്രി 7-ന് അവതാര പൂജ, വിഷ്ണു സഹസ്രനാമം, സുദർശന മന്ത്രം, അഷ്ടാക്ഷരി മന്ത്രം. തിരുവുത്സവ ദിനമായ 22-ന് രാവിലെ 10-ന് നൂറും പാലും, 10:30-ന് പുതിയതായി പണി കഴിപ്പിച്ച ക്ഷേത്രം കാണിക്കവഞ്ചി സമർപ്പണവും ക്ഷേത്ര കലാമണ്ഡലം ഉദ്ഘാടനവും. വൈകിട്ട് 3 മുതൽ ഗ്രാമപ്രദക്ഷിണം, തുടർന്ന് വമ്പിച്ച കെട്ടുകാഴ്ച. നരസിംഹപ്രിയൻ ആനേടി ദേവസ്വം അപ്പു ദേവന്റെ തിടമ്പേറ്റുമ്പോൾ കേരളത്തിലെ എണ്ണം പറഞ്ഞ ഗജവീരന്മാരായ ഇത്തിത്താനം വിഷ്ണുനാരായണൻ, കീഴൂട്ട് വിശ്വനാഥൻ, പെരിങ്ങലിപ്പുറം അപ്പു, അക്കാവിള വിഷ്ണുനാരായണൻ, പുത്തൻകുളം അനന്തപത്മനാഭൻ, നെടുമൻകാവ് മണികണ്ഠൻ എന്നിവർ അണിനിരക്കും.
രാത്രി 9 മുതൽ ദേശീയ അവാർഡ് ജേതാവ് നഞ്ചിയമ്മയും ഐഡിയ സ്റ്റാർ സിംഗർ ഫെയും സന്നിധാനന്ദനും നയിക്കുന്ന എക്സ്ട്രീം 2K24 അരങ്ങേറും. ആനയടി ഗ്രാമം ഇനി പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിനായി ഒരുങ്ങുകയാണ്. പുതിയൊരു ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.